ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. മോർണിംഗ് തുടങ്ങി ഈവനിങ് വരെയുള്ള റൂട്ടീനും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. സോംബേ കാര്യങ്ങളോ ഒന്നുമില്ല. ഇക്കായും പിള്ളേരും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. രാവിലെ എനിക്ക് കുറച്ച് നേരം കൂടുതൽ ഉറങ്ങാൻ പറ്റുന്നൊരു ദിവസം ഫ്രൈഡേയും പിന്നെ സൺഡേ മോർണിംഗും ആയിരിക്കും കേട്ടോ. സാറ്റർഡേ രാവിലെ തന്നെ മദ്രസയുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരും. ഇക്ക കോഫിയാണ് കേട്ടോ കുടിക്കുന്നത്. ഇപ്പോൾ ഒരു മാസമായിട്ട് ആൾ നല്ല ഡയറ്റിലാണ്. എനിക്കും പിള്ളേർക്കുള്ള ചായ വെക്കാണ്. അപ്പോൾ എനിക്കും ഹംദാനും മാത്രമാണ് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഹാറൂനുമായി, പിന്നെ ഇപ്പോൾ ഹാസിമും ആയിട്ടോ. അവനും ഭയങ്കര ഇഷ്ടമാണ്. കോഫിയും കുടിക്കും ചായയും കുടിക്കും. ആൾക്ക് രണ്ടും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് പിള്ളേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചീസി ഓംലേറ്റ് ഉണ്ടല്ലോ അതാക്കി കൊടുത്തിട്ടുണ്ട്. ഹാറൂന് ചീസ് ഇടുന്നതും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവന് സാധാ ഓംലേറ്റും പിന്നെ എനിക്കും കാക്കും ഈ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹാസിമും കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ടീ ലവറാണ് കേട്ടോ. എനിക്ക് രാവിലെ തന്നെ ചൂടനെ ഒരു ഗ്ലാസ് ചായ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷമൊന്നും വേറെ ഇല്ല. പിന്നെ ഇവിടെ ഒരു ടീ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. നാട്ടിലും ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടീ കേക്കാണ് ഞാൻ എപ്പോഴും ചായക്ക്, അതല്ലെങ്കിൽ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഏതെങ്കിലും യൂസ് ചെയ്യും. അപ്പോൾ ഇതും കൂടി ഉണ്ടെങ്കിൽ സ്വർഗ്ഗമാണ്. പിള്ളേർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും. പിള്ളേർ കഴിക്കാത്തതാണെങ്കിൽ അവർ ഇത് ആവശ്യത്തിന് കഴിക്കുന്നതൊന്നും അല്ലല്ലോ. അവർ വെറുതെ ടി വി കണ്ടിരിക്കുമ്പോഴൊക്കെ കഴിച്ചങ്ങനെ അങ്ങോട്ട് തീർക്കും. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനത് മാറ്റി വെക്കും കേട്ടോ എവിടെയെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും സംഭവം. കുട്ടികളൊക്കെ എഴുന്നേറ്റ് വരണേക്കാളും മുമ്പ് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്നതാണ് എൻ്റെ രാവിലത്തെ ഒരു മീ ടൈം കേട്ടോ. എനിക്ക് ഏറ്റവും ഹാപ്പി ഉള്ളൊരു സമയം അതാണ്. ആരും ഇല്ലാതെ കുറച്ച് നേരം ഒന്ന് ചായയൊക്കെ കുടിച്ചിരിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയപ്പോഴത്തേനും പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടൊരു പ്രോട്ടീൻ ഷേക്ക് അടിച്ചപ്പോൾ അതിൽ നിന്നൊരു ഗ്ലാസ് എനിക്കും തന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് വലിയ ഇഷ്ടമല്ല, പ്രോട്ടീൻ്റെ ടേസ്റ്റേ എനിക്കിഷ്ടമല്ല. പക്ഷേ എനിക്ക് തന്നപ്പോൾ അങ്ങനെ കുടിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചില സംഭവങ്ങൾ ആൾ ഫോഴ്സ് ചെയ്ത് കുടിപ്പിക്കും, ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ പ്രോട്ടീൻ പൗഡറും പിന്നെ ആപ്പിള്, അതേപോലെ ഒരു ബനാന, ഇവിടുത്തെ ബനാന ഉണ്ടല്ലോ ആ ഒരു ഗ്രീൻ ബനാന, അതും പിന്നെ പീനട്ട് ബട്ടറും. പ്രോട്ടീൻ പൗഡർ മാത്രമാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ആപ്പിളും ബനാനയൊക്കെ വരുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അത്ര അറിയില്ല. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് നല്ലതാണല്ലോ, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര നല്ലതാണല്ലോ പ്രോട്ടീൻ പൗഡർ. അങ്ങനെ അതും കുറച്ച് സേമിയ ഉപ്പുമാവും ഉണ്ടായിരുന്നു, പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് മട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അറവിൻ്റെ മട്ടൻ ഒരു പൊതി കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മളുടെ കിച്ചൺ ടേൽസ് ബൈ നീതു ഉണ്ടല്ലോ, അവരുടെ പേജിൽ നല്ലൊരു മട്ടൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മട്ടനിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പും അതേപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കയും ഒക്കെ ഒന്ന് തേച്ച് ഒരു 10-15 മിനിറ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതനുസരിച്ച് തേച്ച് ഇട്ട് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം ക്ലീനിങ് ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല മെസ്സായിട്ട് കിടക്കണം. എല്ലാ ദിവസവും രാവിലെ ഇത് തന്നെയാണ് വീട്ടിലെ അംഗം. എന്നാലും ഇന്ന് ഒന്നും പറയണ്ട, എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നല്ല പണിയുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ കുളിച്ച് പള്ളിയിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാനും ഹാസിമും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അടിച്ച് വാരിയൊക്കെ ഇടും, പിന്നെ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ തുടച്ചൊക്കെ ഇടാറ്. അപ്പോൾ പിന്നെ നല്ല നീറ്റായിട്ട് കിടന്നോളൂല്ലോ. ഇവർ പള്ളിയിൽ പോയി വരുമ്പോഴത്തേനും ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം ഞാൻ കഴിക്കും. അങ്ങനെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മട്ടൻ ഉണ്ടായിരുന്നല്ലോ, അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഒനിയൻ, ഒരു വലിയൊരു പീസ് ഒനിയൻ, പച്ചമുളക് നോക്കിയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉണങ്ങിയ മുളകായിട്ട് റെഡായിട്ട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയില്ല, അത് തന്നെ കട്ട് ചെയ്തിട്ടു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും കുറച്ചൊരു പേസ്റ്റ് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് മുളക് പൊടിയെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊരു യെല്ലോയിഷ് കളറായിട്ടായിരിക്കും കറി ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി, അതേപോലെ കുറച്ചുകൂടി മല്ലിപ്പൊടി ഇടുക, പിന്നെ കുരുമുളക് പൊടി അത്ര ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ വേവിച്ച് വെച്ച മട്ടനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും കറി ലീവ്സും കൊല്ലമുളകും
ഒക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മുളകും വേപ്പിലയും മാത്രം ഇട്ടിട്ട് ഞാനൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇക്കാക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഓർഡറോ കാര്യങ്ങളൊന്നുമില്ല. ഓരോ സമയത്തും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുളക് പൊടി തീരെ ഇഷ്ടമല്ല കേട്ടോ. മുളക് പൊടി ഇല്ലാത്ത എന്ത് കറിയാണെങ്കിലും, ഒട്ടും സ്പൈസി ഇല്ലാത്തതാണെങ്കിലും ആളും ഓക്കെയാണ്. ചിക്കൻ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ വൈറ്റ് കറി ഉണ്ടല്ലോ, നമ്മൾ ഒറിഗാനോ ഒക്കെ ഇട്ട് വൈറ്റ് ക്രീം ചീസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തിട്ട് ഉണ്ടാക്കുന്ന വൈറ്റ് കറി, അതേപോലെ തേങ്ങാപ്പാലൊഴിച്ച മട്ടൻ കറി, അങ്ങനത്തെയൊക്കെ കറികളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനും ഇപ്പോൾ അങ്ങനത്തെ ടൈപ്പാണ് ഇട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ മട്ടൻ ആയതുകൊണ്ട് തന്നെ പിള്ളേർ എന്ത് ടൈപ്പാണെന്നൊന്നും നോക്കില്ല. എരിവില്ലെങ്കിലും മട്ടനോ ചിക്കനോ ആണെങ്കിലും അവർ കഴിച്ചോളും. അപ്പോൾ ഇക്കാവും കൂടി ഇഷ്ടപ്പെട്ട രീതിയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും വെറും ചോറ് അത്യാവശ്യം ബാക്കിയുണ്ടായിരുന്നു തലേ ദിവസത്തെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതാണ് കേട്ടോ കൊടുക്കുന്നത്. ചിക്കൻ്റെ ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് ഇരിപ്പുണ്ടായി. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ഹംദാന് കൊടുക്കുകയാണ് കേട്ടോ. അവൻ പള്ളിയിൽ നിന്ന് വന്ന പാടെ വിശക്കുന്നേന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ രാവിലെ ചിലപ്പോൾ ഇങ്ങനത്തെ ചീസി ഓംലേറ്റ് ഒക്കെ ആണെങ്കിൽ ആൾക്ക് ഇത്തിരി വിശപ്പ് കൂടും ഉച്ചയാകുമ്പോൾ. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, പുറത്ത് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പുറത്ത് പള്ളിയിലൊക്കെ പോയി വരുമ്പോൾ അത്യാവശ്യം ടയേർഡാവും കേട്ടോ. അപ്പോഴത്തേനും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇക്കാക്കും മറ്റേ റൈസ് ഉണ്ടായിരുന്നു, ബസ്മതി റൈസ്, അതൊന്ന് വെറുതെ ബട്ടർ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതിലേക്ക് കറിയും പിന്നെ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയ സോയാബീൻ്റെ ഒരു മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സോയാബീൻ അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയാണ് കൊടുത്തത്. ഇക്കാടെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറി ഒരു നേരം കഴിക്കുള്ളൂ കേട്ടോ. പിറ്റേ നേരം അത് തൊട്ടുപോലും നോക്കില്ല. പിന്നെ അത് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങനെ തീർന്നു പോകും കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത്. പക്ഷെ ഞാനത് അങ്ങനെ കൊടുത്തപ്പോൾ ആൾ ഇതിനോട് കൂടി വേറെ കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കഴിച്ചത്. ഇത് തലേ ദിവസം രാത്രി ഉണ്ടാക്കിയ ഫുഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പാലക്ക് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബസ്മതി റൈസ് വേവിച്ചപ്പോൾ വെറുതെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ. അതേപോലെ സോയാബീനും ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. സോസൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സോയാബീൻ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും ഒക്കെ ആയിട്ട് ഇത് ഡിന്നർ കൊടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതേപോലെ സോർട്ടഡ് വെജീസും ബ്രക്കോളിയും ക്യാരറ്റും ഒക്കെ കൂടി നമ്മുടെ സ്റ്റീമറിലൊന്ന് ആവിയിട്ടെടുത്തിട്ട് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ കൊടുത്തത്. ഇത് തലേ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഡിന്നറിൻ്റെ ബാക്കിയുള്ള സോയാബീനാണ് കേട്ടോ ഞാനത് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ ഇക്കാക്ക് കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ അലീസിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ ഇതെങ്ങനെയാണ് വെച്ചതെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പം നല്ലതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഗമ പറയൂട്ടാ, അതൊന്നും പറയാൻ പറ്റില്ല, സീക്രട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റെസിപ്പി ഒന്നും പറഞ്ഞു കൊടുക്കൂല. ഇക്കാണെങ്കിലും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഭയങ്കര ഗമയായിരിക്കട്ടെ, ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണെന്നൊക്കെ പറയും. പക്ഷേ ആളൊരു ടിക്ടോക്ക് ലവറാണ്, ടിക്ടോക്കാണ് കേട്ടോ കൂടുതലും കാണുന്നത്. എനിക്ക് തോന്നുന്നു അതിലേതെങ്കിലും റെസിപ്പീസ് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കണതായിരിക്കും ചിലത്. ഇങ്ങനെ അങ്ങനെ ഒരു റെസിപ്പി ഉണ്ടെന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കാനൊക്കെ നോക്കാറുണ്ട് കേട്ടോ പലപ്പോഴും. അപ്പോൾ ഗൾഫിലുള്ള എല്ലാവരും നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളിലൊക്കെയാണെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇതുവരെയും ടിക്കറ്റ് എടുത്തിട്ടില്ല. 3-ാം തീയതിയോടുകൂടി ക്ലാസ്സൊക്കെ അടയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് ഇറങ്ങണം ഇൻഷാ അല്ലാ. എക്സാമും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനി മദ്രസയിലും കൂടി ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊരു സിമ്പിൾ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മട്ടൻ കറി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. ഒട്ടും എരിവില്ലാതെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വലിയ ഫ്ലൈറ്റ് ക്രാഷ്, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും കാര്യങ്ങളൊക്കെ നിങ്ങളും അറിയുന്നുണ്ടാവുമല്ലോ. എത്രയോ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് കയറിയ ആളുകളാണല്ലേ. അവർ പോലും അറിയാതെ അവർ മരണപ്പെട്ടു. അവരെങ്ങനെ അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും നമുക്കൊരു വല്ലാത്തൊരു വേദനയാണ് കേട്ടോ അവരുടെ ആ ഒരു മരണം. ഒരു ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ളൊരു മരണമുള്ള തീ കൊണ്ടുള്ള മരണം. അതേപോലെ നമ്മുടെ നാട്ടിൽ ഫ്ലൈറ്റ് ക്രാഷായതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും കാര്യങ്ങളൊക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എത്രയോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് കയറുന്നവരാണല്ലേ. നമ്മളൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ കയറിയിരിക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥയും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഒരു പേടിയാണ് കേട്ടോ. ഇപ്പോൾ നാട്ടിൽ പോകാനാണെങ്കിലും ടിക്കറ്റ് എടുക്കണ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഒരു നടുക്കമാണ്. കാരണം ആ മരണപ്പെട്ടു പോയ ആ 250 പേരുടെയും ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തന്നെയാണ്.
നമ്മളെല്ലാവരും തന്നെ നാളെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ. പക്ഷെ അതില്ല, നമുക്ക് ഇന്നിപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള ആ ഒരു നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ നമുക്ക് ആർക്കാണെങ്കിലും എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മുടെ കയ്യിലുള്ള നിമിഷം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അവർ നമ്മളെക്കാളും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാതെ സ്വന്തം ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമ്മുടെ വീട് ഹാപ്പി ആവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഈ ഒരു നിമിഷത്തിനെ സ്നേഹിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. വലിയ വലിയ അപകട മരണങ്ങളിൽ നിന്ന് ദൈവം നമ്മളെല്ലാവരെയും കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.